നടന്ന് കാല് തേഞ്ഞതല്ലാതെ ഇവിടെ ഒന്നും കിട്ടിയില്ല. വെള്ളാപ്പള്ളി നടേശന്റെ സങ്കടവും നിലവിളിയുമാണ്. BDJS-ലെ സവർണർ മുഴുവൻ കൈയൊഴിഞ്ഞിരിക്കുന്നു. ഇത് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, ആര്യ രാജേന്ദ്രനെതിരെ നേരെ ഒരു കുത്തലും കൊടുത്തിട്ടുണ്ട്. അധികാരത്തിലിരുന്ന കൂടുതൽ അഹങ്കാരവും ധാർഷ്ട്യവും ഞെളിച്ചിലും കാണിക്കരുത്. അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് തലസ്ഥാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. സത്യത്തിൽ LDF-നോടൊപ്പം BDJS-നോട് ചേരാനാണോ പറയാതെ വെള്ളാപ്പള്ളി പറയുന്നത്? അല്ല, ആ പറച്ചില് ഏതായാലും വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിത്വം നിലനിർത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഒന്നാമത് ഇടതുപക്ഷത്തിനെതിരായി വെള്ളാപ്പള്ളി ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആര്യ രാജേന്ദ്രനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ്. അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. SNDP യോഗത്തിലെ ഈഴവന്മാരോട് കൂടി അദ്ദേഹം നീതി ചെയ്തിരിക്കുന്നു. കാരണം ആര്യ രാജേന്ദ്രൻ മേയറാക്കിയ കാലത്തെ തിരുവനന്തപുരത്തെ CPM-നകത്തെ ജാതി രാഷ്ട്രീയം ചർച്ചയ്ക്ക് വന്നതാണ്. അപ്പൊ ആര്യ രാജേന്ദ്രൻ എന്ന സവർണ ചെറുപ്പക്കാരിയെ കൊണ്ടുവന്ന് തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തൊട്ട് തന്നെ പാർട്ടിക്ക് CPM-നകത്തും രാഷ്ട്രീയ വൃത്തങ്ങളിലൊക്കെ ചർച്ച വന്നതാണ്. അപ്പോ അന്നേ പറഞ്ഞതല്ലേ, ഈ നായർ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് തിരുവനന്തപുരത്ത് മേയറാക്കിയാൽ തോറ്റുപോകും എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നാണ് ഇപ്പൊ ഈ വെള്ളാപ്പള്ളി ഇത്രയും കാലം മൂടി വെച്ച അല്ലെങ്കിൽ ഒതുക്കി വെച്ചൊരു സത്യം. അപ്പൊ അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ തോറ്റുപോയത് ജാതി കൊണ്ടല്ല, നമുക്കൊക്കെ അറിയാം, കയ്യിരിപ്പ് കൊണ്ടാണ്, പെരുമാറ്റം കൊണ്ടാണ്. ഒന്ന് അവർക്ക് ഇപ്പൊ അന്ന് കടകംപള്ളി സുരേന്ദ്രൻ നോമിനിയാണല്ലോ. കടകംപള്ളി പറഞ്ഞത് യുവരക്തങ്ങൾ വരട്ടെ എന്നാണ്. യുവരക്തങ്ങൾ വരുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ യുവരക്തങ്ങളെ CPM എന്ത് പഠിപ്പിച്ചാണ് കൊണ്ടുവരുന്നത്? യുവരക്തങ്ങളെ ആദ്യം പഠിപ്പിക്കേണ്ടത് മര്യാദയാണ്, വിനയമാണ്, സംസ്കാരമാണ്. അത് പഠിപ്പിക്കാതെ കൊണ്ടുവന്നതിന്റെ ഗുണമാണ്. അപ്പൊ അത് ആ കയ്യിരിപ്പ് കൊണ്ടാണ് തിരുവനന്തപുരം പോയത്. പ്രധാനപ്പെട്ട ഘടകം കേരളം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റതിന്റെ പ്രധാന ഘടകം വെള്ളാപ്പള്ളി നടേശനാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് തിരുവനന്തപുരം നഷ്ടപ്പെട്ടതിൽ പ്രധാന ഘടകം ആര്യ രാജേന്ദ്രൻ തന്നെയാണ്. ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റിലെ ഏറ്റവും പോസിറ്റീവായ കാര്യം ഞാൻ കാണുന്ന അതാണ്. അതിനകത്ത് ഉള്ളിൽ ഒതുക്കി വെച്ചൊരു ജാതിയുണ്ട് എന്നത് നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പറയാൻ പാടില്ലാത്തതാണ്. BDJS അദ്ദേഹത്തിന്റെ മോനാണോ അല്ലേ എന്നുള്ളത് നമുക്ക് വിഷയമേ അല്ല. ജനാധിപത്യത്തിൽ BDJS-നെ നയിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. അദ്ദേഹം ഒരു ഇൻഡിവിജ്വലാണ്. പല കാര്യങ്ങളിലും എൻ്റെ ഒരു നിരീക്ഷണം അനുസരിച്ച് പല ഘട്ടങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത് വെള്ളാപ്പള്ളിയേക്കാൾ ഷാർപ്പായ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ലക്ഷണം കാണിച്ച ഒരാളാണ്. വെള്ളാപ്പള്ളി ഒന്ന് മാറിക്കൊടുത്തിട്ട് തുഷാർ വെള്ളാപ്പള്ളിയെ ഈ പണിയൊക്കെ കൂടി ഏൽപ്പിച്ചാൽ ഇതിനേക്കാൾ ഗംഭീരമായും മനോഹരമായും സമർത്ഥമായി അദ്ദേഹം നടത്തുമായിരുന്നു. തുഷാർ വെള്ളാപ്പള്ളിക്ക് എന്തുകൊണ്ടാണ് ഇപ്പോ ഈ BJP-യുടെ ഘടകകക്ഷിയായി NDA ഘടകകക്ഷിയായി പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ പിന്നിൽ ഒരു പക്ഷേ ഈ അച്ഛൻ ഉണ്ടാക്കി വെച്ച കേസുകളുടെ പ്രതിസന്ധികളുടെ ഒക്കെ ആഴം ഉണ്ടാകും. തുഷാർ വെള്ളാപ്പള്ളി എങ്ങാനും മനസ്സ് തുറന്നാലുണ്ടല്ലോ. ഇപ്പൊ തുഷാർ വെള്ളാപ്പള്ളി ശരിയല്ല, അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ തന്നെ തുഷാർ വെള്ളാപ്പള്ളിക്കും BDJS-നും എന്തുകൊണ്ടാണ് ജയിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? സവർണന്മാർ വോട്ട് ചെയ്തില്ല എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ? BDJS ഈഴവന്മാരുടെ ആണോ? തുഷാർ വെള്ളാപ്പള്ളി യഥാർത്ഥത്തിൽ BDJS എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈഴവന്മാരുടെ രാഷ്ട്രീയ പാർട്ടിയാക്കി ഉണ്ടാക്കിയിട്ട് അതിനെ NDA-യുടെ ഘടകകക്ഷിയായിട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? സവർണന്മാരുടെ വോട്ട് പിടിക്കാനല്ല അദ്ദേഹത്തെ ഏൽപ്പിച്ചത് ഈഴവന്മാരെ മൊത്തമായി BJP പാളയത്തിലേക്ക് എത്തിക്കാനാണ്. അതിൽ പരാജയപ്പെട്ടതുകൊണ്ടല്ലേ BDJS-ന് വോട്ട് കിട്ടാത്തത്? അതല്ലേ അദ്ദേഹം പറയേണ്ടത്? എന്റെ മോൻ നയിക്കുന്ന പാർട്ടിക്ക് എന്റെ സംഘടന SNDP യോഗം അല്ലെങ്കിൽ എന്റെ സമുദായം ഈഴവ സമുദായം വോട്ട് ചെയ്തില്ല എന്നല്ലേ പറയേണ്ടത്? NSS-കാരുടെ വോട്ട് കിട്ടാനും നായർ സമുദായത്തിന്റെ വോട്ട് കിട്ടാനും സവർണരുടെ വോട്ട് കിട്ടാനും അല്ല BDJS ഉണ്ടാക്കിയത്. NDA മുന്നണിയിൽ BJP-BDJS-നെ ചേർത്തതും അതിനാണ്. ഈ OBC-യിൽപ്പെട്ട പിന്നോക്ക സമുദായക്കാരായ ഈഴവന്മാരുടെ വോട്ട് കിട്ടാനാണ്. എന്റെ അർത്ഥം എന്താ? സ്വന്തം സമുദായം വെള്ളാപ്പള്ളി പറഞ്ഞതും കേട്ടില്ല, അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടാതിരുന്നത്. പുത്രൻ പറഞ്ഞതും കേട്ടില്ല, അതുകൊണ്ടാണല്ലോ BDJS-ന് വോട്ട് കിട്ടാതിരുന്നത്. ഇപ്പൊ കുറ്റം സവർണര്, അതിനും കുറ്റം ഈ പറഞ്ഞ സവർണരെ കുറ്റം പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം അതാ. മൂന്നാമത്തെ കാര്യം ഇന്ന് വെള്ളാപ്പള്ളി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തദൈവ അതേ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ തോറ്റതിന്റെ മുഴുവൻ ഉത്തരവാദി മുസ്ലിം ലീഗാണ്. എന്ത് കാര്യം ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹം പറഞ്ഞതിന്റെ മുഴുവൻ ഗുണം ആർക്കാ കിട്ടിയത്? വെള്ളാപ്പള്ളി ഇപ്പോഴും ആ പണി ഒന്നും ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നില്ല, ഒരു പണിയും പഠിക്കുന്നില്ലല്ലോ. കാരണം ഒരു പാഠവും പഠിക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ പ്രസ്താവന കൊണ്ടുണ്ടായ ഗുണം എന്താ? നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്താണല്ലോ. വെള്ളാപ്പള്ളി കഴിഞ്ഞ കുറെ കാലമായി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും വേണ്ടി CPM-നും വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടുവേല. അതുകൊണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടാകാം, അദ്ദേഹം കുരുക്കിൽപ്പെട്ട കേസുകളിൽ നിന്നൊക്കെ പിണറായി വിജയൻ രക്ഷപ്പെടുത്തി നിർത്തുന്നുണ്ടാവാം.
കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി മോനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ടാകാം. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം BDJS എന്തുകൊണ്ട് വോട്ട് കിട്ടിയില്ല എന്ന് പറയേണ്ടത് വെള്ളാപ്പള്ളി അല്ല. ഹൂ ദ ഹെൽ ഹീസ് എന്നാലും ചോദിക്കൂലേ ആളുകൾ, താൻ ആരടോ BDJS കുറിച്ച് പറയാൻ? അങ്ങനെയാണെങ്കിൽ BDJS വെള്ളാപ്പള്ളി നയിക്കണ്ടേ? BDJS NDAയുടെ ഘടകകക്ഷിയാണ്, BJP ആണ്. വെള്ളാപ്പള്ളി BJP ആണോ? വെള്ളാപ്പള്ളി NDA ആണോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനാണ് CPM വേണ്ടി ഈ തറവേലയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPM വേണ്ടി വെള്ളാപ്പള്ളി ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ഒരു പണി എന്താ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാഠം, ആ പാഠത്തിൽ നിന്ന് CPM ഉൾക്കൊണ്ട പാഠം എന്താണ്? ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രീണിപ്പിക്കുന്നു എന്ന തോന്നലുണ്ടാക്കി. അത് അവസാനിപ്പിക്കുക. ന്യൂനപക്ഷത്തെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ, മുസ്ലിം ലീഗിനെ, ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്താൽ അതെന്തായിരുന്നു ഉദ്ദേശം? അറ്റാക്ക് ചെയ്താലുള്ള ഗുണം എന്താണ്? മുസ്ലിം കമ്മ്യൂണിറ്റിയെ അറ്റാക്ക് ചെയ്ത് മാറ്റി നിർത്തുമ്പോൾ ഹിന്ദു യൂണിറ്റി ഉണ്ടായി കിട്ടും. പക്ഷേ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കൃത്യമായിട്ട് പിണറായി വിജയൻ ഒരു ടൂളായിട്ട് ഉപയോഗിച്ചു. മലപ്പുറം ജില്ലയിൽ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുന്നു. മലപ്പുറം ജില്ലയിൽ ഹിന്ദു സമുദായത്തിന് ഒരു കുടിപ്പള്ളിക്കൂടം പോലും കിട്ടുന്നില്ല എന്ന് വരുത്തി തീർന്നു. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തിനെതിരെ വർഗീയവാദിയായിട്ട് വെള്ളാപ്പള്ളി നടേശനെ ചിത്രീകരിച്ചു. ആത്യന്തികമായ ഫലം ഹൈന്ദവ വോട്ടുകളെ സമാഹരിക്കുക, അല്ലെങ്കിൽ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ ഇന്നും വാർത്താ സമ്മേളനം നടത്തുന്നു, ആര്യ രാജേന്ദ്രനെ ചീത്ത വിളിക്കുന്നു, വീണ്ടും മലപ്പുറത്തെ ചീത്ത വിളിക്കുന്നു. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലായില്ല. വെള്ളാപ്പള്ളി ഉൾപ്പെടുന്ന ഈ കണിച്ചുകുളങ്ങര ആലപ്പുഴ ജില്ലയിലാണ്. കണിച്ചുകുളങ്ങര ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ ഹൈന്ദവ വോട്ടുകൾ, പ്രത്യേകിച്ച് CPM ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നറിയപ്പെടുന്ന ഈഴവ വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഒഴുകി തുടങ്ങി. CPM കാൽച്ചുവട്ടിലെ മണ്ണ് അന്ന് ഒഴുകി തുടങ്ങിയതാണ്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അത് പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള അമിത ആത്മവിശ്വാസം ആ പാർട്ടിക്കുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഈഴവ വോട്ടുകൾ കൃത്യമായിട്ട് BJP പാളയത്തിലേക്ക് ഒഴുകി തുടങ്ങി. സ്വന്തം മണ്ഡലത്തിൽ, സ്വന്തം ജില്ലയിൽ നിന്ന് ഈഴവ വോട്ടുകളെ തടഞ്ഞു നിർത്താൻ കഴിയാത്ത വെള്ളാപ്പള്ളിക്ക് എങ്ങനെയാണ് മലപ്പുറത്തെ ലീഗിനെ പോലെ ഒരു പാർട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് CPM സംരക്ഷിക്കാൻ കഴിയുന്നത്? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP നടത്തിയ മുന്നേറ്റം മാറ്റി നിർത്തിയാൽ പിന്നെ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയത് ആലപ്പുഴയിലാണ്. പാലക്കാട്ടും തൃശ്ശൂരുമല്ല. ആലപ്പുഴയും കൊല്ലവും ജില്ലകൾ, ഈ രണ്ടും SNDPക്ക് വലിയ വേരോട്ടമുള്ള സ്ഥലങ്ങളാണ്. ഈ രണ്ടിടത്തെയും ഈഴവ വോട്ടുകൾ ക്രമാനുഗതമായി കോൺഗ്രസിലേക്കും BJPയിലേക്കും ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതിനി ഒരിക്കലും CPMലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല, അല്ലെങ്കിൽ വരാൻ അവർ തയ്യാറാകില്ല. ഈ ഒരു നീക്കത്തെ വെള്ളാപ്പള്ളി ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കാതെ മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞ്, ജമാഅത്ത് ഇസ്ലാമിയെ കുറ്റം പറഞ്ഞ് വീണ്ടും ഒരു ചേരിതിരിവ് സൃഷ്ടിക്കാനായിട്ട് പിണറായി വിജയന്റെ പാർട്ടി ശ്രമിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഭൂരിപക്ഷ വോട്ടുകളെ സമാഹരിക്കാനായിട്ടുള്ള പുതിയ തന്ത്രം ഇറക്കുന്നത്. ഈ ആര്യ രാജേന്ദ്രന്റെ കാര്യം പറയുന്നത് എന്താ? അതൊരു നായർ സമുദായത്തിലെ മേയറാണ്. നായർ സമുദായത്തിന് മേൽക്കൈ കൊടുത്തു. അവിടെ സമുദായം, നായർ ജാതി, മത ചിന്തകളാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക? തീർച്ചയായിട്ടും ഇതിലിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇതിന് തലക്കകത്ത് ആൾപ്പാർപ്പുണ്ടെങ്കിൽ ഇപ്പൊ ഇദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചതെന്നറിയോ? ഇദ്ദേഹത്തിന്റെ ഈ ക്യാമ്പയിന്റെ റിസൾട്ട് എന്താണ്? ഹിന്ദു കമ്മ്യൂണിറ്റിയെ ഏകോപിപ്പിച്ചിട്ട് ഹിന്ദു വോട്ടുകൾ ആസ് എ ഹോൾ, ഹിന്ദു വോട്ടുകൾ ബൾക്കായിട്ട് ഇടതുപക്ഷത്തേക്ക് എത്തിച്ചു കൊടുക്കാം എന്നതാണല്ലോ പിണറായി വിജയനും ഇദ്ദേഹം തമ്മിലുള്ള കരാറ്. സംഭവിച്ചത് എന്താ? ഇദ്ദേഹത്തിന്റെ നിരന്തരമായ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ കൊണ്ട് ഒരു കൺസോൾട്ടേഷൻ നടന്നു. ഏതാണെന്നറിയോ? മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നു. ഇപ്പുറത്ത് മറ്റേ ഹിന്ദു കൺസോൾട്ടേഷൻ നടന്നില്ല. ഈ ഹിന്ദു കൺസോൾട്ടേഷൻ നടന്നതുമില്ല. അതാണ് ഇദ്ദേഹം പഠിക്കാത്ത പാഠം. മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നു. മുസ്ലിം ലീഗിന്റെ ഒക്കെ ഭൂരിപക്ഷം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല. മനസ്സിലാക്കിയോ? അത്ര മൃഗീയ ഭൂരിപക്ഷം. 33 സീറ്റിൽ 33 സീറ്റും ലീഗേ ഉള്ളൂ. ഇന്ന് ലീഗും കോൺഗ്രസും ഉണ്ട്. ഏതാനും UDF ഉള്ളൂ, പ്രതിപക്ഷമേ ഇല്ല. എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവരുമായി മുസ്ലിം ലീഗും കോൺഗ്രസും കുറെ കൂടി ശക്തമായ ബന്ധം ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് എന്താ, യാതൊരു തരത്തിൽ കേരളത്തിൽ ഒറ്റക്ക് മത്സരിച്ചാൽ ഒരു വാർഡിൽ പോലും ജയിക്കാൻ ശേഷിയില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിക്ക് അവരറിയിക്കുന്നതിലേറെ പ്രാതിനിധ്യം കിട്ടി. എന്ന് പറഞ്ഞാൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ കൺസോൾട്ടേഷൻ നടന്നു. ഇദ്ദേഹം ലക്ഷ്യം വെച്ചത് എന്താണോ അത് നടന്നതുമില്ല. ഇതാണ് ഇതിൽ സംഭവിച്ചത്. വേറൊരു കാര്യം കൂടി ഇദ്ദേഹം ഒരിക്കലും പറയാത്തൊരു കാര്യം ഇദ്ദേഹം പറയാതെ നടക്കുകയും ചെയ്തു. അതെന്താണെന്നറിയോ? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഹിന്ദു കമ്മ്യൂണിറ്റിയും തമ്മിൽ കുറച്ചുകൂടി അടുത്തു. ബന്ധം കൂടുതൽ ദൃഢമായി. ഇനി ഇവരൊന്നും കണക്കൂട്ടാത്തൊരു കാര്യം കൂടി നടന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. വെള്ളാപ്പള്ളി എന്താണ്, ആരും എന്താ ചോദിക്കാൻ ഞാൻ എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ കണക്ക് കൂട്ടാത്തൊരു കാര്യം എന്താ നടന്നതെന്നറിയോ? ഇവർ കണക്ക് കൂട്ടിയത്, ഈ മുസ്ലിം വിരുദ്ധ പ്രചാരണം നടത്തിയാൽ അപ്പോ സമുദായം എന്ന നിലയിൽ BJPയുടെ ശത്രുക്കൾ ആരാണ്?
മുസ്ലിം സമുദായമാണ്. രാഷ്ട്രീയമായി ഇന്ത്യയിൽ ബി ജെ പിയുടെ ശത്രു ആരാണ്? കോൺഗ്രസ് ആണ്. അപ്പോൾ മുസ്ലിം വിരുദ്ധ പ്രചരണം നടത്തിയാൽ പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ അല്ലെങ്കിൽ ബി ജെ പി വോട്ടുകൾ എൻ ബ്ലോക്ക് ആയിട്ട് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ, രണ്ട് കാര്യമാണല്ലോ. UDF-നെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ തോൽപ്പിക്കുകയാണ്, പ്ലസ് UDF-നകത്താണ് മുസ്ലിം ലീഗ് ഉള്ളത്. അപ്പോൾ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാനും കോൺഗ്രസിനെ തോൽപ്പിക്കാനും ബി ജെ പി തയ്യാറാവും, അല്ലെങ്കിൽ ബി ജെ പി വോട്ടർ പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ തയ്യാറാകും. അതുകൊണ്ട് തന്നെ അവർ അറിഞ്ഞു അറിയാതെയും എങ്ങോട്ട് വോട്ട് വരും? ബി ജെ പി വോട്ട് പോലും ഇടതുപക്ഷത്തേക്ക് വന്നോ? ഇല്ല. ഇവർ നടത്തിയ പ്രചാരണത്തിന്റെ ഗുണം എവിടെയെങ്കിലും രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. മുസ്ലിം യൂണിറ്റി വന്നു, മുസ്ലിം ഐക്യം സിന്ദാബാദ് വിളിച്ച് UDF-ന് വോട്ട് ചെയ്തു. ഒന്ന്. രണ്ട്, പിണറായി വിജയനോടുള്ള വിരോധം വെള്ളാപ്പള്ളി നടേശനെ എത്ര തേച്ച് മിനിപ്പിച്ചിട്ടും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാത്തത് കൊണ്ട് പിണറായിക്കെതിരായി വോട്ട് ചെയ്യേണ്ടത് ഈ BDJS-നോ BJP-ക്കോ NDA-ക്കോ ഒന്നും അല്ലാന്ന് ജനങ്ങൾ, അതിന് വലിയ സാധ്യതയില്ലാത്ത തിരുവനന്തപുരം പോലെ സ്ഥലത്ത് വോട്ട് ചെയ്ത ഗുണമുണ്ട് എന്ന് തോന്നിയെടുത്ത് വോട്ട് ചെയ്തു. അല്ലാത്തടത്തൊക്കെ പോയി UDF-ന് വോട്ട് ചെയ്തു. അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന പാഴ്വേലയായിരുന്നു. ആ പണി നിർത്തിപ്പോകേണ്ട നേരമായി എന്ന് അദ്ദേഹം മനസ്സിലാക്കാത്തത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ക്രൈസ്തവ വോട്ടുകളെ സമാഹരിക്കാൻ വേണ്ടിയിട്ട് BJP കുറെ കാലമായിട്ട് ശ്രമിച്ചു. പക്ഷേ കാലാകാലങ്ങളായിട്ട് UDF-നൊപ്പം നിന്ന വോട്ടുകളാണ്. ഇത്തവണ 1900 സീറ്റുകളിലാണ് BJP ക്രൈസ്തവരെ മത്സരിപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഗ്രാമാന്തരങ്ങളിൽ അവരുടെ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമാണ്. ഈ മേഖലയിൽ നിന്ന് LDF പ്രതീക്ഷിച്ച വോട്ടുകൾ, സീറ്റുകളൊന്നും ലഭിക്കുന്നില്ല. ഇപ്പൊ ജോസ് കെ മാണി പോലും വലിയൊരു ആശങ്കയിൽ നിൽക്കുക, എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഹിന്ദു വോട്ടുകൾ മുഴുവൻ ഏകീകരിച്ചുകൊണ്ട് തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാമെന്നുള്ള LDF-ന്റെ തന്ത്രം പൊളിഞ്ഞു എന്ന് മാത്രമല്ല ക്രൈസ്തവ വോട്ടുകളെ കൃത്യമായിട്ട് സമാഹരിച്ചു തുടങ്ങാനായിട്ട് BJP-ക്ക് സാധിക്കുകയും ചെയ്തു. അതാണ് ഹിന്ദു ഐക്യം ലക്ഷ്യമിട്ട് നടത്തിയ നീക്കത്തിലൂടെ BJP വിജയിച്ചത്. ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവ ഹൈന്ദവ ഒരു ഏകീകരണം വലിയ തോതിൽ പല ജില്ലകളിലും നടക്കുന്നു. കുമാരനാശാനേക്കാൾ വലിയ SNDP യോഗം സെക്രട്ടറി ആണെന്നാണ് സാക്ഷാൽ പിണറായി വിജയൻ പോയിട്ട് വാഴ്ത്തിയത്. കുമാരനാശാന്റെ ബുദ്ധിയുടെ 100-1 ഈ മനുഷ്യന്റെ തലക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ, ആ പൊണ്ണത്തടിയുടെ എവിടെയെങ്കിലും ഒരു സെല്ലിൽ കുമാരനാശാന്റെ ഒരു ഇത്തിരി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ മാതിരി മണ്ടത്തരം പറഞ്ഞ് കേരളത്തെ നശിപ്പിക്കുമായിരുന്നില്ല.